Hi friends, this is Nandu from Nandu's Lifestyle. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് ഒരു ഡീടോക്സിക് വാട്ടർ തയ്യാറാക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്കിന്നിനും അതേപോലെ തന്നെ മുടിയൊക്കെ നല്ല തിളക്കം കിട്ടാനും നമ്മുടെ ഫാറ്റൊക്കെ ബേൺ ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള ഒരു വാട്ടറാണ് തയ്യാറാക്കുന്നത്. നമ്മുടെ ബോഡിയൊക്കെ ക്ലെൻസ് ചെയ്യാനായിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വാട്ടറാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പാഷൻ ഫ്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. പാഷൻ ഫ്രൂട്ട് നല്ലൊരു നമ്മുടെ ബോഡിയൊക്കെ ക്ലെൻസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫ്രൂട്ടാണ്. പാഷൻ ഫ്രൂട്ട് നമ്മുടെ ബോഡിയെ ഡീറ്റോക്സിഫൈ ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു ഫ്രൂട്ടാണ്. അപ്പോൾ നമ്മുടെ ബോഡി നല്ലോണം ക്ലെൻസ് ചെയ്യുന്നതിന് നമ്മുടെ പാഷൻ ഫ്രൂട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ നമ്മുടെ ഡീടോക്സിക് വാട്ടർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 3 പാഷൻ ഫ്രൂട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ പൾപ്പ് നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ബോഡിയുടെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു ഫ്രൂട്ടാണ്. നമ്മളെല്ലാവരും ഡീടോക്സിഫൈ വാട്ടർ ശീലമാക്കുന്നത് നമ്മുടെ ബോഡിയുടെ വെയിറ്റ് കുറയ്ക്കാനും നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് തിളക്കം കിട്ടാനും ഒക്കെയാണ്. ഈ ഒരു ഡീടോക്സിഫൈ വാട്ടർ ഈ പ്രീ ബ്രൈഡൽ ട്രീറ്റ്മെൻറ്റായിട്ട് എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പോൾ കല്യാണത്തിനൊക്കെ ഒരു മാസം മുമ്പ് ഓരോരുത്തർ ഈ ഒരു വാട്ടർ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ വെയിറ്റ് ലോസ്റ്റ് ആവുകയും അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നും മുടിക്കൊക്കെ നല്ല തിളക്കം കിട്ടുകയൊക്കെ ചെയ്യും. നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യവും അതേപോലെ തന്നെ നമ്മുടെ ദഹനമൊക്കെ കറക്റ്റാക്കി വയ്ക്കാനായിട്ടുമൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡീടോക്സിഫൈ വാട്ടറാണിത്. പാഷൻ ഫ്രൂട്ട് നമ്മുടെ ബോഡിയെ നന്നായിട്ട് ക്ലെൻസ് ചെയ്യും. അതേപോലെ തന്നെ പാഷൻ ഫ്രൂട്ടിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ എയും വൈറ്റമിൻ ബിയും രോഗപ്രതിരോധ ശേഷി കൂട്ടുകയും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു നല്ലൊരു ഫ്രൂട്ടാണ്. സ്കിന്നിനെ ഗ്ലോ ആക്കി വയ്ക്കാനായിട്ടും ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യും ഈ ഒരു ഡീടോക്സിഫൈ വാട്ടർ. അപ്പോൾ അതിനായിട്ട് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റാണ് ചെറുനാരങ്ങയാണ്. അപ്പോൾ ചെറുനാരങ്ങ ഇപ്പം ഞാൻ 3 സ്ലൈഡ്സ് പകുതി എടുത്തിട്ട് 3 ആയിട്ട് സ്ലൈഡ്സ് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്തതായിട്ട് മിൻറ്റ് ലീഫാണ് വേണ്ടത്. 2 മിൻറ്റ് ലീഫ് ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. ഈ മിൻറ്റ് ലീഫും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ മിൻറ്റ് ലീഫ് ഒരു ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. മാത്രമല്ല നമ്മുടെ മൈൻഡ് റിഫ്രഷ് ചെയ്യാനായിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യും മിൻറ്റ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ സ്ലൈഡ്സ് ആക്കി വെച്ചേക്കുന്ന ചെറുനാരങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് ഇട്ട് കൊടുക്കണം. ഏകദേശം ഒരു 5 സ്പൂണോളം പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പാഷൻ ഫ്രൂട്ടിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളായ റൈബോഫ്ലേവിനും കെരാട്ടോയിനും സ്കിന്നിൻ്റെ ഏജിങ് പ്രോസസ്സിനെ മന്ദഗതിയിലാക്കാനായിട്ട് സഹായിക്കും. അതേപോലെ തന്നെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ആക്കി വെക്കാനായിട്ടും ബ്ലഡ് നന്നായിട്ട് സർക്കുലേറ്റ് ചെയ്യാനായിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ്. വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു ഡ്രിങ്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടിയിരിക്കും. ഒരാഴ്ച കൊണ്ട് തന്നെ 2 കിലോ വരെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വാട്ടറാണ്. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് വെള്ളമാണ്. തിളപ്പിച്ചാറിയ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം 1 ലിറ്റർ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തിളപ്പിച്ചാറിയ വെള്ളം കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിൽറ്റർ വെള്ളം യൂസ് ചെയ്യാം. ഈ ഒരു ഫ്രൂട്ടും അതേപോലെ തന്നെ നാരങ്ങയും മിൻറ്റ് ലീഫും ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഈ ഒരു വെള്ളം ഒരു ദിവസം മൊത്തം നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്ത് വയ്ക്കും. നമ്മൾ ഇട്ടിരിക്കുന്ന ഫ്രൂട്ട്സൊക്കെ ഒന്ന് ഇൻഫ്യൂസ് ആകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഹണിയാണ്. ഞാൻ ഏകദേശം 1 സ്പൂണോളം ഹണി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹണിയിൽ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് നമ്മുടെ ശരീരത്തെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനായിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഹണി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നമുക്കിന്ന് ഷേക്ക് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഡീടോക്സിഫൈ ഡ്രിങ്ക് തയ്യാറായിട്ടുണ്ട്. ഡീടോക്സിഫൈ ഡ്രിങ്ക് എന്ന് അതേപോലെ തന്നെ ഇൻഫ്യൂസ്ഡ് വാട്ടർ എന്നൊക്കെ പറയാം. ഈ ഒരു വാട്ടർ നമ്മൾ എപ്പോഴാണ് കുടിക്കേണ്ടതെന്നാണ് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ഇത് നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ട് നമുക്ക്
ഏകദേശം 12 മണിക്കൂറെങ്കിലും വേണം ഇതൊന്ന് ഇൻഫ്യൂസ് ആയി കിട്ടാൻ. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതിപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ രാവിലെ എടുത്ത് കുടിക്കാം. അങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഏകദേശം ഒരു 12 മണിക്കൂറെങ്കിലും മിനിമം വയ്ക്കണം. അപ്പോൾ ഉണ്ടാക്കി വെച്ചതിന് ശേഷം നമുക്ക് രാവിലെ വെറും വയറ്റിൽ എടുത്ത് കുടിക്കാം. നമുക്ക് ഇത് കുടിക്കേണ്ട ടൈമൊന്നുമില്ല. നമുക്ക് വെള്ളം കുടിക്കുന്ന ഇടവേള പോലെ ഈ ഒരു വെള്ളം നമുക്ക് കുടിക്കാം. നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ബ്രൈഡാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡ്രിങ്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അമിതമായിട്ട് വണ്ണമൊക്കെ ഉള്ളവരാണെങ്കിലും ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. സ്കിന്നിന് നല്ല തിളക്കം കിട്ടാനും മുടിക്ക് നല്ല ആരോഗ്യമൊക്കെ ഉണ്ടാകാനായിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു ഡ്രിങ്കാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഡയറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡ്രിങ്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ഡ്രിങ്ക് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.